വിവാഹപ്രായമെത്തിയ മക്കളെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചേക്കണം, വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണ് ഖുതുബയിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ചെറുപ്പക്കാർക്കൊക്കെ പെണ്ണ് കിട്ടാത്ത ഒരു പ്രതിസന്ധി വളരെ രൂക്ഷമായിട്ടുണ്ടല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ അതിനൊരു പരിഹാരം നമുക്ക് വേണ്ടേ? എന്താണ് അതിന് പരിഹാരം? ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളെ നേരത്തെ കെട്ടിച്ചു കൊടുക്കുന്നതിനാണ് നമ്മുടെ കിതാബ് നോക്കുമ്പോൾ ആൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഏറെ പ്രാധാന്യം കൊടുത്ത് കാണുന്നത്. ഉംദന്റെ സർഹ് ഫൈദുൽ ഇലാഹിൽ മാലിക് എന്നൊരു കിതാബുണ്ട്. അതിൽ പറഞ്ഞു, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ നിബന്ധനയൊത്താൽ വിവാഹം സുന്നത്താണ്, നിക്കാഹ് സുന്നത്താ. പക്ഷേ അന്നൻ നിക്കാഹ ഫി ഹഖ്ഹിന്ന ഔലാ മിനർ റിജാൽ, പുരുഷന്മാരുടെ വിവാഹത്തെക്കാളും പ്രധാനപ്പെട്ട സുന്നത്താണ് പെൺകുട്ടികളെ അപേക്ഷിച്ചുകൊണ്ട് നിക്കാഹ്, വിവാഹം എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് രണ്ട് കാരണമാണ് ആ കിതാബിൽ പറയുന്നത്. ഒന്ന്, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു പെണ്ണിനെ എപ്പോഴും ഒരാണിന്റെ തുണ വേണം. ചെലവഴിക്കുന്ന, അവളെ പോറ്റുന്ന, സംരക്ഷിക്കുന്ന ഒരാളെ ആവശ്യം ഉണ്ട്. ഇപ്പൊ പിന്നെ പെൺകുട്ടികൾ തന്നെ പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ നേടി അവരെ വിദ്യാഭ്യാസത്തിനും അവർക്ക് ജോലി നേടിക്കൊടുക്കുന്നതിനൊക്കെ വലിയ പ്രോത്സാഹനവും ശ്രമവും നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോ പെൺകുട്ടികൾക്ക് ഇപ്പോ പോറ്റുന്ന ഒരാൾ ആവശ്യമുണ്ട് എന്ന നിലക്ക് കല്യാണം കഴിക്കാൻ മൂട് വരൂല അല്ലെ? ഈ സ്ത്രീ വിദ്യാഭ്യാസത്തെയും അവരെ ജോലിക്ക് വേണ്ടിയും നമ്മൾ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്തപ്പോ അതിനെ കൊണ്ടുണ്ടായ വലിയ ഒരു ദൂഷ്യഫലമാണ് പെൺകുട്ടികൾക്ക് വിവാഹത്തിനോട് താല്പര്യം ഇല്ലാണ്ടായിപ്പോയി എന്നത്. അതൊരു യാഥാർത്ഥ്യമല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ശരിക്കും ഈ പുരുഷന്മാർക്ക് ഡിമാൻഡ് ഉണ്ടാവുന്ന, പുരുഷന്മാർക്ക് ഒരു പ്രാധാന്യം ഉണ്ടാവുന്നത് എപ്പോഴാ? അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് മേൽക്കോയ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല കുറച്ചപ്പുറത്ത് പറയുന്നുണ്ട്, വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, പുരുഷന്മാർ അവരുടെ സമ്പത്തിൽ നിന്ന് സ്ത്രീകൾക്ക് ചെലവിന് കൊടുക്കുന്നു എന്നതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഒരു മഹത്വം. അപ്പോഴാണ് പുരുഷന്മാർക്ക് ഡിമാൻഡ്. ഈ പെൺകുട്ടികൾക്ക് തന്നെ വരുമാന മാർഗം നമ്മൾ ഉണ്ടാക്കി കൊടുത്തപ്പോ പുരുഷന്റെ ഡിമാൻഡ് ഇടിഞ്ഞു. അപ്പോഴാണ് പെൺകുട്ടികൾക്ക് പിന്നെ വിവാഹമൊന്നും വേണ്ട, ഇങ്ങനെ ജീവിച്ചു തീർന്നാൽ മതി എന്നൊരു ചിന്ത വന്നുപോയത്. അതിന് നമ്മൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ. രണ്ടാമതായിട്ട് ആ കിതാബിൽ പറയുന്ന മറ്റൊരു കാരണം, ഒലിശിദ്ദത്തി മൈലിഹിന്ന ഇല റിജാൽ, സ്ത്രീകൾക്ക് പുരുഷന്മാരോടുള്ള ആകർഷണീയത, അട്രാക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ല, അത് വളരെ കൂടുതലാണ്. ധാരില്ല എന്ന് പറഞ്ഞിട്ട് നിഷേധിച്ചിട്ടും കാര്യമല്ല, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടുള്ള ആകർഷണീയത വളരെ ശക്തമാണ്. അതുകൊണ്ടാണല്ലോ പെൺകുട്ടികളെല്ലാം പോയിട്ട് പ്രണയക്കെണിയിൽ പെട്ടുപോകുന്നത്. അറബികൾക്കിടയിൽ ഒരു ചൊല്ലുന്നുണ്ട്, വഖദ് വറദ എന്ന് പറഞ്ഞിട്ടാണ് ആ കിതാബിൽ പറയുന്നത്. പഴമക്കാരിൽ നിന്ന്, മഹാന്മാരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്, ലൗല അന്നല്ലാഹ അർഖാ അലൈഹിന്നൽ ഹയാ ലബരിക്ന തഹത റിജാലി ഫിൽ അസ്വാഖ്, പെൺകുട്ടികൾക്ക് അല്ലാഹു തആല നാണം, ലജ്ജ എന്ന് പറയുന്ന ഒരു സംഗതി കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ പബ്ലിക്കായിട്ട് ടൗണുകളിൽ വരെ പെൺകുട്ടികള് അവരുടെ നിയന്ത്രണം വിട്ട് പലതും പുരുഷന്മാരുടെ മുന്നിൽ വെച്ച് കാട്ടിയേനെ എന്ന് പഴമക്കാര് പറയലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കിതാബിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ മാത്രം അവർക്ക് പുരുഷന്മാരുടെ മുന്നിൽ പുരുഷന്മാരോട് ആകർഷണീയതയുണ്ട്. പിന്നെ ലജ്ജ കൊണ്ട് അതൊന്നും പുറത്തു വരാത്തതാണ്. ലജ്ജ ഇല്ലാത്തവരെല്ലാം പുറത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ലജ്ജ കുറഞ്ഞത് കൊണ്ട് തന്നെ മാന്യന്മാർക്ക് ഒരു ട്രെയിനിലോ ബസ്സിലോ കയറാൻ പോകുന്നില്ല. ജിനല്ലാത്തതിന്റെ മുഖദ്ദികൾ മുഴുവനും നടക്കുക. എന്തെല്ലാം കുൽസിതങ്ങൾ നമ്മൾ കാണണം. ഒരു മണിക്കൂർ ബസ് യാത്ര ചെയ്യുമ്പോൾ, ഒരു മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ. അതെന്താ? അത് ഹയാ ഇല്ലാത്തത് കൊണ്ടാണ്. അതിൽ നിന്നൊക്കെ പഴമക്കാർ പറഞ്ഞ ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പുരുഷനോട് സ്ത്രീകൾക്ക് അങ്ങേയറ്റത്തെ മയിലുണ്ട്, ആകർഷണീയതയുണ്ട് എന്നത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് ഒരു പരിചയക്കാര് പിന്നെ ഏതെങ്കിലും നല്ല ഭ്രാന്ത് മാറ്റുന്ന തങ്ങന്മാരുണ്ടോ എന്ന് ചോദിച്ച് അന്വേഷിച്ച്, അപ്പൊ ഒരു പെൺകുട്ടിക്ക് ഭ്രാന്തായതാ, മാറ്റാൻ വേണ്ടി തങ്ങന്മാരെ തെരഞ്ഞെടുക്കുക. അപ്പൊ എന്താ ഭ്രാന്തായത്? ഓള് ഡിഗ്രി പഠിക്കാന്ന് ഏതോ ഒരു ചെക്കനുമായിട്ട് പ്രണയത്തിലായി. ഓളെ തേച്ചുപോയെന്ന് ഞാൻ വയസ്സായ ആളുകൾക്ക് മനസ്സിലാവില്ല. അതായത് ഇട്ടിട്ട് പോയപ്പോ പെണ്ണിന് ഇത് താങ്ങാൻ കഴിയാതെ ഭ്രാന്തായതാണ്. ഇപ്പോ ഈ പെൺകുട്ടികൾക്ക് പുരുഷന്മാരുമായിട്ടുള്ള ഒരു മാനസിക അടുപ്പം ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കും ഭ്രാന്താവാൻ മാത്രം, അപ്പൊ അതിന് മാത്രം അവർക്ക് ആൺകുട്ടികളോട് ശക്തമായ താല്പര്യമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം സൃഷ്ടിച്ച റബ്ബിന് മനസ്സിലാവല്ലോ. അല്ലാഹു തആല ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖതബ ഇലൈക്കും മൻ തറലൗന ദീനഹു വ ഖുലുഖഹു ഫസവ്വിജു,
നിങ്ങൾക്ക് ദീനീബോധമുള്ള നല്ല സ്വഭാവമുള്ള ഒരു പുതിയാപ്പളന്റെ അന്വേഷണം വന്നാൽ ഉടനെ നിങ്ങൾ കെട്ടിച്ചോക്കൂ. നിങ്ങൾ മുന്നും പിന്നും ആലോചിക്കണ്ട. നിങ്ങൾ നല്ല അനുയോജ്യരായ ഭർത്താക്കന്മാരുടെ അന്വേഷണം വന്നിട്ടും പെൺകുട്ടികളെ കല്യാണം, വിദ്യാഭ്യാസം, ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് നീട്ടി കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിന്നാലെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും, വലിയ നാശങ്ങൾ ഉണ്ടാവും, വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും, വലിയ ഫിത്തന ഉണ്ടാവും. എന്താ ഈ ഫിത്തന? മിസ്കാത്തിന്റെ ഷറഹിൽ തീബി റഹിമഹുല്ലാഹ് പറഞ്ഞു, ആ ഫിത്തനന്റെ ഉദ്ദേശം അത് സിനയാണ്. വ്യഭിചാരം വല്ലാണ്ട് നടക്കും. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വിവാഹപ്രായം എത്തിയിട്ടും നിങ്ങൾ കെട്ടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ. ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞത് ഇയാഉലുദ്ദീൻ ഗസാലി ഇമാം പറഞ്ഞല്ലോ, കല്യാണം കഴിക്കാതെ നടക്കുന്നവർ രണ്ട് ടീമാ. ഒന്നിരിക്കൽ ആജിസാണ്, കുറെ ചെറുപ്പക്കാരുണ്ട്, കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പെങ്ങന്മാരൊക്കെ ഒരുപാട് ബാക്കിയുണ്ട്, അതുകൊണ്ട് മംഗലം കഴിക്കാനുള്ള ഒരു സാഹചര്യമില്ല, അശക്തതയാണ്. മറ്റൊന്നോ ലാ യംനഉക മിനൻ നിക്കാഹി ഇല്ലാ അജുദുൻ ഔ ഫുജൂർ, മറ്റൊന്ന് പച്ച തെമ്മാടിത്തരം. പെണ്ണ് കെട്ടിയാൽ അല്ലെങ്കിൽ പെണ്ണിനൊരു പുതിയാപ്പള്ളം കിട്ടിയാൽ പിന്നെ ഓള് ഒരാളെ കൺട്രോൾ ആയല്ലോ, ഓക്കൊരു പഞ്ചായത്തായിട്ട് ഇങ്ങനെ നടക്കണം, എല്ലാവർക്കും ഓളെ കാണണം, എല്ലാവർക്കും ഓളോട് ചാറ്റ് ചെയ്യണം, എല്ലാവർക്കും ഓളെ ഫോൺ വിളിക്കണം. ഇങ്ങനെ പച്ച തെമ്മാടിത്തരം ചെയ്യുന്ന ആളുകളായിരിക്കും ഒന്നിരിക്കൽ കല്യാണം കഴിക്കാതെ നടക്കുക, അല്ലെങ്കിൽ അജിസ് കൊണ്ടായിരിക്കുമെന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്കൊക്കെ ആൺകുട്ടികൾക്ക് താല്പര്യമുണ്ട്, അതിന് നല്ല ഒരു സിസ്റ്റമാണ് ഇസ്ലാം വെച്ചിട്ടുള്ളത്. വിവാഹപ്രായം എത്തുമ്പോഴത്തേക്കും നിങ്ങൾ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തോളൂ. പക്ഷേ ഇപ്പൊ വിവാഹം നേരത്തെ നടക്കാത്തത് കൊണ്ട് അവരുടെ ഈ ശക്തമായ ആകർഷണീയത അവർ തീർക്കുന്നത് എങ്ങനെയാ? അവര് ഹറാമായ വിധത്തിൽ പ്രണയവും ഒളിച്ചോട്ടവും അവിഹിതങ്ങളും ചാറ്റിങ്ങും റീൽസുകളും ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് തീർക്കുക. അതാണ് ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നേരെ ചൊവ്വേ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തെമ്മാടികളായി മാറാനേ വകുപ്പുള്ളൂ എന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. അപ്പൊ അതുകൊണ്ട് പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിച്ചു കൊടുക്കുക. പിന്നെ ഇനി കല്യാണം കഴിക്കാൻ സമ്മതിക്കുമ്പോൾ തന്നെ എന്തെല്ലാം ഡിമാൻഡുകളാണ് റബ്ബേ. പുതിയാപ്പിളക്ക് ജോലി വേണം, നല്ല വിദ്യാഭ്യാസം വേണം, അമ്മായിമ്മക്ക് വയസ്സായിട്ടുണ്ടാവാൻ പാടില്ല, പെങ്ങന്മാർക്ക് നിശ്ചിത എണ്ണം വേണം. ഈ കണ്ടീഷനിൽ ഒത്തിട്ട് പുതിയാപ്പിളമാർ എവിടുന്ന് കിട്ടാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു കണ്ട, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുക, രണ്ട് കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പുതിയാപ്പിളക്ക് നല്ല സ്വഭാവവും നല്ല ദീനീബോധവും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടു കൂടെ കെട്ടിച്ചോളൂ. നല്ല പുതിയാപ്പണ്ണ കാണുമ്പോൾ അങ്ങോട്ട് പോയിട്ട് പെണ്ണ് എന്നെ കെട്ടണം എന്ന് പറയണം, അത് സുന്നത്തുണ്ട് എന്നാണ് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി തങ്ങൾ പറഞ്ഞത്. എവിടെയാ വിശദീകരിച്ച? ഒരു പെണ്ണ് വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ജിഇതു അഹബു ലക നഫ്സി, ഞാൻ എന്റെ ശരീരം തങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി വന്നതാ, എന്നെ തങ്ങളൊന്ന് കെട്ടണം എന്ന് പറഞ്ഞു. നബി തങ്ങൾ മെയിൻ ചെയ്തില്ല, നബി തങ്ങൾ തല താത്തിയിരുന്നു. അപ്പൊ അവിടെ അടുത്തന്നെ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, അയാൾ പറഞ്ഞു, നബിയെ തങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എന്നെ കെട്ടിച്ചോളി, ഞാൻ കെട്ടിക്കൊണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തെങ്കിലും മഹറുണ്ടോ? മഹറായിട്ട് കൊടുക്കാനൊന്നും ആ സ്വഹാബിയുടെ കയ്യിലില്ല. എന്നാ പെരയെ പോയിട്ട് നോക്കി എന്തെങ്കിലും മഹറായിട്ട് കൊടുക്കാനുള്ളതുണ്ടോ? അയാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ ഒരു സാധനവും പെരയിലില്ല. ഒന്നുറുവലോ ഹാത്തമിൻ ഹദീദ്, പൊന്നും വെള്ളിയൊന്നും വേണ്ട, ഒരു ഇരുമ്പിന്റെ മോതിരെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും കൊടുത്തിട്ട് അവളെ കെട്ടിക്കോ. അയാൾ അതിനും കഷ്ടപ്പെട്ട് എവിടെ പോയിട്ട് അയാൾക്ക് ഒരു ഇരുമ്പിന്റെ മോതിരം വരെ സംഘടിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, നബിയെ എന്റെ ഈ തുണി മാത്രമേ ഇപ്പോൾ ഉള്ളൂ, വേറൊരു സാധനം മഹറായിട്ട് കൊടുക്കാനില്ല. അപ്പൊ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഹദീസിൽ തന്നെ ഉണ്ട്, നീ തുണി കൊടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ തുണി ഓളാ ഉടുക്കല്, നീയാ ഉടുക്കല്, ആടാ ഉടുക്കല്, ഒരു തുണി കൊണ്ട് എന്താ കാട്ടല്? അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അയാൾ തിരിച്ചു പോവാൻ, ഇനി മംഗലം നടക്കൂല എന്നുള്ള പ്രതീക്ഷയിൽ തിരിച്ചു പോവാ. അപ്പൊ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, മാദാ മഅക മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നീ എന്തൊക്കെ സൂറത്തുകൾ എന്തൊക്കെ ആയത്തുകൾ ഹിഫ്ളാക്കിയിട്ടുണ്ട്, മനഃപ്പാടമാക്കിയിട്ടുണ്ട്? അയാൾ പറഞ്ഞു, നബിയെ ഇന്ന സൂറത്തുകളൊക്കെ എനിക്ക് ഹിഫ്ളുണ്ട്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ നീ പഠിച്ച ഖുർആൻ മഹറാക്കിയിട്ട് നിനക്ക് ഞാൻ അവളെ കെട്ടിച്ചു തന്നു. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് മഹറാക്കിയിട്ട് മംഗലം കഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരൊക്കെ പഠിച്ചു വെച്ചോളി. ഇപ്പൊ പൊന്നിന് വില കൂടിയ കാല, കുറച്ച് സൂറത്തുകൾ പഠിച്ചു വെച്ചിട്ട് അത് പെൺകുട്ടികൾക്ക് ശരിക്കും പഠിപ്പിച്ചു കൊടുത്താൽ അത് തന്നെ മഹറായിട്ട് നിങ്ങൾക്ക് ധാരാളം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാ, ഫീഹി ഇസ്തിഹ്ബാബു അർളുൽ മർഅതി നഫ്സഹാ അല റജുലി സ്വാലിഹ്. എങ്ങനെയാണ് ഒരു പെണ്ണ് വന്നിട്ട് നബി തങ്ങളോട് എന്നെ കെട്ടിക്കോളി എന്ന് പറഞ്ഞത് ഒരു നാണക്കേണ്ട പരിപാടിയല്ലേ എന്നല്ല പണ്ഡിതന്മാരിൽ മനസ്സിലാക്കിയെടുത്തത്. സ്വാലിഹായ ധാർമ്മിക ബോധമുള്ള ചെറുപ്പക്കാർ എന്നെ കെട്ടട്ടെ എന്ന് സ്വയം മുന്നോട്ട് വന്ന് അവൾ സ്വന്തം കാര്യം നിർദ്ദേശിക്കുന്നത്, കെട്ടാൻ ആവശ്യപ്പെടുന്നത് സുന്നത്താണ് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങൾ പറയുന്നുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, അതുപോലെ രക്ഷിതാക്കൾ സ്വാലിഹീങ്ങളായ ചെറുപ്പക്കാരെ കാണുമ്പോൾ, മക്കളുണ്ടെങ്കിൽ
ആ മക്കളുടെ കാര്യം അവതരിപ്പിച്ച് സ്വാലിഹീങ്ങളായ ആളെ കൊണ്ട് മകളെ കെട്ടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് സുന്നത്താണ് എന്ന് ഇബ്നു ഹജർ തങ്ങൾ തൂഫയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നല്ല ദീനീ ബോധമുള്ള ചെറുപ്പക്കാരെ കിട്ടുമ്പോൾ നേരത്തെ വിവാഹം കഴിച്ചു കൊടുക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. ഖുതുബയിൽ നിങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ അജലത്തു മിനശ് ശൈത്താൻ. പൊതുവെ ഏത് വിഷയത്തിലും ധൃതി കൂട്ടുന്നത്, തിരക്കാക്കുന്നത് അത് ശൈത്താനിന്റെ പ്രേരണ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തിരക്കിട്ടിട്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അതങ്ങ് റാഹത്തായി കിട്ടൂല. അതേസമയം 5 കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ അതിലൊരു കാര്യം എന്താ? തസ്വീജുൽ ബിക്രി ഇദാ അദറകത് കുഫുവൻ. അനുയോജ്യനായ ഒരു ഭർത്താവ് ഒരു പെണ്ണിനിക്ക് കിട്ടിയാൽ അവളുടെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എത്രയും ധൃതി കൂട്ടണം. കാരണം കല്യാണം കഴിക്കാതിരിക്കുമ്പോഴാണ് അവിടെ ശൈത്താന്റെ താല്പര്യം. കാരണം ഇവളുടെ കല്യാണം പിന്തുന്നോരും ഹറാം ഇങ്ങനെ കൂടുതൽ ചെയ്യിപ്പിക്കാമല്ലോ. അപ്പോ മറ്റുള്ള എല്ലാ കാര്യത്തിലും ധൃതി പാടില്ലെങ്കിലും അത് ശൈത്താനിന്റെ പ്രേരണ കൊണ്ടാണെങ്കിലും പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ വളരെ പെട്ടെന്ന് നമ്മൾ ധൃതി കൂട്ടി ചെയ്യണമെന്നാണ് ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ മുസ്തഫ.